ഹലോ, എൻ്റെ പേര് ദിവ്യ. ഷൈൻ വിത്ത് ദിവ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും കോഫിയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കോഫിയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് രാവിലെ ഒരു കപ്പ് കോഫി കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നല്ലൊരു എനർജി ആയിരിക്കും അല്ലേ. നമ്മൾ ശരിക്കും നമ്മുടെ എനർജീനെ മെറ്റബോളിസത്തിനെ ഒക്കെ ഇത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെയിം അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ ഫേസിൽ, നമ്മുടെ സ്കിന്നിൽ ഇതൊരു പാക്കായിട്ടോ സ്ക്രബായിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയിക്കോട്ടെ, ഇതിനകത്തുള്ള കഫെയിൻ ആയിക്കോട്ടെ, ഇതാണ് ശരിക്കും നമ്മളെ ഇതിനൊക്കെ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ഈ കഫെയിൻ എന്ന് പറയുന്നതിന് അടിപൊളി സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്, റെഡ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അങ്ങനെ ഏജിങ് എഫക്ട്സ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും പിന്നെ അതിനെ ഒന്ന് സ്ലോ ചെയ്യാനും സഹായിക്കും. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് തന്നെ ഇത് അടിപൊളിയായിട്ട് ആൻറ്റി ഏജിങ്ങിന് പ്രവർത്തിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ആക്നീസ്, സ്കാർസ്, പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആക്നീസ്, സ്കാർസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ പോഴ്സിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എക്സസ് ഓയിൽ, ഡേർട്ട്, ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതിനെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കോഫി നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലേ. അറിയാവുന്നൊരു കാര്യമാണ്. കോഫി ഇതിനും നന്നായിട്ട് പ്രവർത്തിക്കും. അതായത് നമ്മൾ കാപ്പിപ്പൊടി വെള്ളത്തിനകത്ത് നമ്മളൊരു കോട്ടൺ പാഡ് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മീതെ നമ്മൾ കുറച്ച് നേരം പ്ലേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു റെഗുലർ ബേസിസിൽ നമ്മൾ അതൊരു ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. പക്ഷെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് അല്ല. എന്ത് സംഭവം നമ്മൾ ചെയ്തു നോക്കണം, പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മളത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ ഏതൊരു പാക്ക് ആയിക്കോട്ടെ, എന്ത് സ്ക്രബോ പാക്കോ എന്തായിക്കോട്ടെ, നമ്മൾ ഒന്ന് ട്രൈ ചെയ്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു തവണ ട്രൈ ചെയ്തു, പിന്നെ നമ്മൾ വേറൊരു പാക്കാണ് ട്രൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒന്നിനും ഗുണം കിട്ടാതെ പോകുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു പാക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് നാളൊരു 3 months എങ്കിലും നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് എന്തായാലും ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും കിട്ടിയിരിക്കുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു 3 മാസമോ 6 മാസമോ ഒക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് മറ്റേതെങ്കിലും പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിനെ നീട് പോലെ ഇരിക്കട്ടെ, നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ആവശ്യം എന്താണ് അതനുസരിച്ചിട്ടുള്ള പാക്കുകളും സ്ക്രബുകളും നമ്മൾ ട്രൈ ചെയ്യുക. അതാണ് മെയിൻ സംഭവം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിൻ്റെ നീഡ് മനസ്സിലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പാക്കോ സ്ക്രബോ നമ്മൾ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ മൊത്തത്തിൽ നമ്മുടെ സ്കിൻ ഫ്ലോലെസ് ആവാനും എൻഹാൻസ് ചെയ്യാനും ഇതൊക്കെ സഹായിക്കുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഗുണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിനും കോഫി നന്നായിട്ട് പ്രവർത്തിക്കും. പിന്നെ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് കോഫി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സണ്ണിൻ്റെ UV റേസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൺ ഡാമേജ് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് സൺ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് കോഫി നന്നായിട്ട് പ്രവർത്തിക്കും. കാരണം ഇത് നല്ല അടിപൊളി എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ പുതിയ സ്കിൻ സെൽസ് റീജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും സൺ ഡാമേജ് വന്ന് നമ്മുടെ സ്കിന്നിനെ ശരിക്കും റിപ്പയർ ചെയ്യുകയാണ്, അൺഡു ചെയ്യുകയാണ് ആ ഒരു പ്രോസസ്സിന് അല്ലേ. ആ ഒരു സൺ ഡാമേജ് വന്ന ഡെഡ് സ്കിൻ സെൽസിനെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സ്കിൻ സെൽസ് റീജനറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ സ്കിൻ സെൽസ് ആണ്, നമുക്ക് ഡാമേജോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഫിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ടാമത് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കോഫിയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബേസിനാണ് വേണ്ടത്. അതായത് നമുക്ക് കടലമാവ് കൊണ്ട് ഇതിനു മുമ്പ് ഞാനൊരു വേറൊരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ല, അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് നല്ലൊരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഈ കടലമാവിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇനി വിശദീകരിക്കുന്നത്
ഫേസിന്. കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിലിനെ റിമൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ പക്ഷേ ഡ്രൈ ആക്കാതെ തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് തന്നെ വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ കടലമാവ് പിന്നെ നല്ലൊരു ക്ലെൻസറുമാണ്. അപ്പോൾ കടലമാവാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാണ് നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. തേനിൻ്റെ ഗുണങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ മറ്റേതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തേനും അതുപോലെ തന്നെ അടിപൊളിയാണ്, അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ഹണി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. റോ ഹണിയോ പ്രോസസ്ഡ് ഹണിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് കടയിൽ കിട്ടുന്ന നമുക്ക് ഏത് ഹണി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നാലാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ലെമൺ സ്കിന്നിൽ ചിലവർക്ക് പറ്റില്ലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ലെമൺ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ലെമൺ അവോയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് അലോവേറയുടെ ജെല്ലാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്യണം. ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ നാച്ചുറലായിട്ടുള്ളൊരു ഫേസ് പാക്ക് അല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പം ഞാനിന്ന് കടലമാവ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അലോവേറ ജെല്ല് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാൻ കടലമാവ് യൂസ് ചെയ്ത് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കടലമാവും അലോവേറ ജെല്ലും യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സ്ക്രബ് ചെയ്ത് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കിയിട്ടില്ല. നല്ലതാണ് കടലമാവ് യൂസ് ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി നാച്ചുറൽ ക്ലെൻസറാണ് കടലമാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ കുറച്ച് കടലമാവ് എടുക്കാം. കടലമാവ് എടുക്കാം, ശകലം കൂടി എടുക്കാതെ. ഞാൻ നേരത്തെ ആ ഒരു ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തില്ല, ക്ലെൻസർ, അതിനകത്തേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടലമാവ് എടുത്തു. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഫിൽറ്റർ കോഫിയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ ഫിൽറ്റർ കോഫി പൗഡറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതെ, കോഫി പൗഡർ ഇട്ട് കൊടുക്കാണേ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡാബറിന്റെ ഹണിയാണ് കേട്ടോ. ശകലം. പിന്നെ നമുക്ക് ഹാഫ് ലെമൺ ജ്യൂസ് വേണം. അപ്പൊ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്യാം. ഹാഫ് ലെമണിന്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ജ്യൂസ് സ്ക്വീസ് ചെയ്യാം. പിന്നെ നമുക്കിനി വേണ്ടത് അലോവേറ ജെല്ലാണ്. മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ അലോവേറ ജെല്ലായിട്ടോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിനകത്തിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ലെമൺ പറ്റാത്തവർ ലെമൺ എടുക്കണ്ട കേട്ടോ. പക്ഷെ ലെമൺ പറ്റുന്നവർ എന്തായാലും എടുക്കാം കേട്ടോ. കാരണം നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് ലെമൺ. നമ്മുടെ സ്കിന്നിന് സഡൻ ആയിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ലെമൺ സഹായിക്കും. നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. മുടിയൊക്കെ മുഖത്തുനിന്ന് മാറ്റി. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഫേസ് പാക്ക് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ലൈറ്റായിട്ടല്ല, നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് മുഖത്ത് ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തും കൂടി സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ നോക്കുക. ഞാൻ പിന്നെ കഴുത്തിനും കൂടി ആക്കി കഴിഞ്ഞാൽ എനിക്ക് കഴുകി കളയാനും പാടായിരിക്കും, പിന്നെ ഡ്രസ്സിലൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യാത്തത്. ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാറുണ്ട്. എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ കോഫിയുടെ സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോഴാണ് പിന്നെ ഈ ഫേസ് പാക്കിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ ഇത് നല്ലൊരു പാക്കാണ്. പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും പാക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നൈറ്റിലാണ് നമ്മൾ സ്കിൻ റിപ്പയറിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പകൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഡബിൾ ബെനിഫിറ്റ് കിട്ടും. നമുക്ക് രാത്രി നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയറിങ് നല്ലപോലെ രാത്രിയിൽ സ്കിൻ കെയറിങ് കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, വെയിൽ കൊള്ളുന്ന സാധ്യതയുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമൊക്കെ നമുക്ക് പോകില്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ ഒന്ന് മൈൽഡായിട്ട് സ്ക്രബ് ചെയ്തിട്ടായിരിക്കും ഞാൻ കഴുകി കളയണത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കുറച്ച് ഉണങ്ങി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളതെന്ന് കാണിച്ചു തരാം. പിന്നെന്താണ്, നിങ്ങൾ എന്ത് ഫേസിൽ എന്ത് പാക്കോ എന്തോ ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലവരുടെ സ്കിന്നിന് ചിലപ്പോൾ അതിന് പറ്റിയതായിരിക്കില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ചില ഇൻഗ്രീഡിയൻ, ഇപ്പോൾ ചിലവർക്ക് ലെമൺ പറ്റില്ല, ഇനി ചിലവർക്ക് കോഫി പറ്റാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങാനും നിങ്ങളുടെ സ്കിന്നിന് ഇനി അത് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ ഫേസ് പാക്ക് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടോ. അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആവുന്ന വരെ ഞാൻ ഒരു പാക്കും വെക്കാറില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇതുകൊണ്ടൊന്ന് സ്ക്രബും കൂടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്കൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ടോണറിൻ്റെ ഒഴിഞ്ഞു കുപ്പിയായിരുന്നു. അപ്പോൾ ഇതിനകത്താക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ലപോലെ സ്ക്രബ് ചെയ്യും. പതുക്കെ കേട്ടോ, പതുക്കെ മതി, മൈൽഡായിട്ട് മതി. ഇങ്ങനെ നമ്മൾ സ്കിന്നിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത്, റബ്ബ് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് ചെയ്യും. ഒരു മിനിറ്റ് 2 മിനിറ്റ് നേരം നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഫേസ് വാഷോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണ്ട, ചുമ്മാ വെള്ളത്തും കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. എൻ്റെ ഹെയറൊക്കെ നനഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മുടി അഴിച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ തോന്നുന്നത് സ്കിന്നിന്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിനെ ഒന്ന് ലൈറ്റൻ ചെയ്ത പോലെ ഉണ്ട്. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒട്ടും സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ടില്ല. നല്ല എന്താ പറയുക, നമുക്ക് അതിനൊരു ഫീൽ ഗുഡ് തോന്നില്ലേ? നമുക്ക് എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്തിട്ട് ഇത് കൊള്ളാലോ എന്ന്, അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. വീട്ടിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനൊന്ന് എന്തായാലും സ്കിന്നിൽ പക്ഷെ ഞാൻ എന്ത് പാക്ക് ഇടുവാണെങ്കിലും ഞാൻ പക്ഷേ ഒന്ന് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. നിങ്ങളും അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സിറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് വൈബ്സിൻ്റെ സിറം. ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഈ റോസിപ്പ് സിറമാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ടോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ അപ്ലൈ ചെയ്തിട്ട് സിറം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ടോണർ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫേസ് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ടോണർ ശരിക്കും യൂസ് ചെയ്യണം. അത് നമ്മുടെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും. എന്നിട്ട് നമ്മൾ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക. എന്ത് ഫേസ് പാക്കോ എന്തോ ട്രൈ ചെയ്യുകയാണെങ്കിലും അത് ഈവൻ സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ടില്ലെങ്കിലും നിങ്ങളൊരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.